നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനത്തിന് വാഴാനി റോഡിലുള്ള ദേവാസൻ നഗർ എക്സിബിഷൻ ഗ്രൗണ്ടിൽ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമരവെള്ളച്ചാൽ ഉന്നതിയിലെ അമ്മമാർക്കും കുട്ടികൾക്കും തൃശൂർ സിറ്റി പോലീസ് ഒരുക്കിയ അവൾക്കായി എന്ന് പേരിട്ട ഏകദിന പഠനയാത്രയും ക്ലാസും സംഘടിപ്പിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാറിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. മാന്നാമംഗലം എഴുത്തച്ഛൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനത്തിന് തിരിതെളിഞ്ഞു. വാഴാനി റോഡിലുള്ള ദേവാസൻ നഗർ എക്സിബിഷൻ ഗ്രൗണ്ടിൽ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തവണത്തെ പ്രദർശനത്തിന്റെ പ്രത്യേകതയായി വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന റോബോട്ടിക് ഡോഗിനെയും മറ്റു മൃഗങ്ങളെയും കാണാമെന്നതാണ്. ഇതിലുപരിയായി പ്രദർശന നഗരിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ജെറ്റ് വീൽ വെർച്വൽ റിയാലിറ്റി ഗെയിമുകൾ ഉൾപ്പെടുത്തിയ അമ്യൂസ്മെന്റ് പാർക്ക്, ഫോട്ടോഷൂട്ടിനായി ഒട്ടേറെ സ്പോട്ടുകൾ, രുചി വൈവിധ്യങ്ങളുടെ കലവറയായി ഫുഡ് കോർട്ട്, വ്യവസായ വകുപ്പിന് കീഴിലുള്ള പവലിയനുകൾ, വിവിധ വാണിജ്യ സ്റ്റോളുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പ്രാദേശിക കലാകാരന്മാർക്ക്, സ്കൂൾ കോളേജ് വിജയികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് വേദിയിൽ ദിവസേന വൈകിട്ട് 7-ന് സൗജന്യമായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ദിവസേന 8-ന് നടക്കുന്ന കലാസന്ധ്യയിൽ സിനിമാ താരങ്ങളും പ്രശസ്ത കലാകാരന്മാരും അണിനിരക്കുന്ന വിവിധ പ്രോഗ്രാമുകളും അരങ്ങേറും. ഹരിശ്രീ യൂസഫും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി ഷോ, കളിയരങ്ങിന്റെ നാടൻ പാട്ട്, തുള്ളൽ സമന്വയം, രേണുസുതി നയിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്, പിലക്കാടിന്റെ ഫ്യൂഷൻ, കലാമണ്ഡലം അഭിജോഷിന്റെ ചാക്യാർ കൂത്ത്, കേരള കലാമണ്ഡലം ഡാൻസ് ഫസ്റ്റ് കുടുംബശ്രീ, വടക്കാഞ്ചേരി ബോയ്സ് ഗേൾസ് സ്കൂൾ, പോപ്പോൾ മേഴ്സി ഹോം ആക്ട്, ഹൃദയഗീതം, സുപ്രീം വോയിസ്, നാട്യധാര എന്നിവർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ ആസ്വാദകരുടെ മനം കവരും. നഗരസഭ ചെയർപേഴ്സൺ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. CVR ചിറ്റിലപ്പള്ളി MLA, വർക്കിംഗ് ചെയർമാൻ PN സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി AK സതീഷ് കുമാർ, ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ, വിവിധ പൂരകമ്മിറ്റി സാരഥികൾ MR സോമനാരായണൻ, കൗൺസിലർ ഷീല മോഹൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് PN വൈശാഖ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, ബാബു പൂങ്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എക്സിബിഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MP പിന്നെ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു പ്രത്യേകത തന്നെയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമരവെള്ളച്ചാൽ ഉന്നതിയിലെ അമ്മമാർക്കും കുട്ടികൾക്കും തൃശൂർ സിറ്റി പോലീസ് ഒരുക്കിയ അവൾക്കായി എന്ന് പേരിട്ട ഏകദിന പഠനയാത്രയും ക്ലാസും സംഘടിപ്പിച്ചു. 2026 ഫെബ്രുവരി 13-ന് കാലത്ത് 9 മണിയോടെ പോലീസ് അക്കാദമിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ക്ലാസ് സംഘടിപ്പിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് DFO ശ്രീ ഷാജഹാൻ, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി മുകേഷ് എന്നിവരും ക്ലാസ് എടുത്തു. ഉച്ചയ്ക്ക് ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ കാര്യാലയം, തൃശൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ചാവക്കാട്, പ്ലാങ്ങാട് ബീച്ച് എന്നിവയും സന്ദർശിച്ചു. ഫയർഫോഴ്സിലേക്ക് യാത്ര കുട്ടികൾക്ക് ഏറെ കൗതുകം പകർന്നു. കൂടെ പോലീസ് ഉദ്യോഗസ്ഥരും യാത്രയിൽ പങ്കുചേർന്നപ്പോൾ യാത്രാവസാനത്തിൽ ഉന്നതിയിലെ അമ്മമാരും കുട്ടികളും ജീവിതത്തിലെ ആദ്യ അനുഭവം എന്ന് സന്തോഷം പങ്കുവച്ചാണ് പ്ലാങ്ങാട് ബീച്ചിൽ നിന്നും ഏറെ വിഷമത്തോടെ യാത്ര പറഞ്ഞത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPS കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, ചെസ് ബോർഡ്, ക്യാരംസ് ബോർഡ്, ഫുട്ബോൾ എന്നിവയും വിതരണം ചെയ്തു. മുതിർന്ന പൗരന്മാർക്ക് കമ്പിളി പുതപ്പ് വിതരണവും നടത്തി. ചടങ്ങിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് ചന്ദ്രശേഖരൻ, ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ തോംസൺ, റിസർവ് ഇൻസ്പെക്ടർ വിനയചന്ദ്രൻ, ഉന്നതിയിലെ മൂപ്പൻ വാസു, തൃശൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ വിഷ്ണു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ സജീവിന്റെ നേതൃത്വത്തിൽ വാസു മൂപ്പനെയും താമരവെള്ളച്ചാൽ ഉന്നതിയിലുള്ളവരെയും കടലിന്റെ മക്കളായ ചാവക്കാട് കടലോര ജാഗ്രത കർഷക സമിതി അംഗം
ബാബു ആച്ചി ആദരിച്ചു. സായുധ സേനാ വിഭാഗം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിന്ദു പ്രവീൺ KP, പ്രവീൺ, സജീവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനീഷ്, റെനിൻ, ഷിജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഷാന്ത് എന്നിവരും യാത്രയ്ക്ക് നേതൃത്വം നൽകി. സബ് ഇൻസ്പെക്ടർമാരായ പ്രദോഷ്, സന്തോഷ്, മുരളി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിബിൻ, രാജശരൻ, ഷാലി മോൻ, ശിവരാജ്, ഷനിൽ, അപർണ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അംഗങ്ങളായ രജനി വാര്യർ, ജില്ലാ ഹോസ്പിറ്റൽ നഴ്സ്, ഫയർഫോഴ്സ് സ്റ്റാഫ്, ഫോറസ്റ്റ് BFO രജീഷ്, പ്രൊമോട്ടേഴ്സ് സ്നേഹ, ബിനീഷ്, നിർഭയ വോളണ്ടിയേഴ്സ് ഉഷ, ബിന്ദു തുടങ്ങിയവരും പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാറിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 4 ഗ്രാമപഞ്ചായത്തുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലങ്ങളാണ് ദീർഘകാലമായി നാം കാണുന്നതെന്നും ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളും സർക്കാരും ഒരുമിച്ച് നിന്ന് പദ്ധതികൾ നടപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് റോഡുകൾക്ക് പുറമെ പഞ്ചായത്ത് റോഡുകളും BMBC റോഡുകൾ ആക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിനെ ഒരു ടൂറിസ്റ്റ് കോറിഡോർ ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിൽ ഉല്ലൂക്കര CHCയിൽ ട്രോമ കെയർ സേവനങ്ങൾ നൽകുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായുള്ള നടപടികൾ നടന്നുവരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കായിക മേഖല അടക്കം വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി സംസാരിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രേഖയുടെ കരട് രൂപം മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ C ചന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിനി ഉണ്ണികൃഷ്ണൻ പദ്ധതി അവതരണം നടത്തി. ഉൽപാദന മേഖല, പാർപ്പിട മേഖല, വനിതാ ഘടക പദ്ധതി, വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ഭിന്നലിംഗക്കാർക്കുമുള്ള പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ സമഗ്ര വികസനം, പശ്ചാത്തല മേഖല എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് പദ്ധതികൾ രൂപീകരിച്ചിരിക്കുന്നത്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തെ വർഷമായതിനാൽ ഏകവർഷ പദ്ധതികളായാണ് നടപ്പാക്കുന്നത്. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നയനാൻ, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ജോബി ജോസ്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS വിനയൻ, ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KA അബൂബക്കർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രാജി ഗിരിജ, ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്മാർ, ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണ വിഹിതം 4,11,97,000 രൂപയാണ്. പ്രത്യേക ഘടക പദ്ധതി പട്ടികജാതി വിഭാഗം 1,34,19,000, പട്ടികവർഗ ഉപപദ്ധതി 1,78,05,000, ആകെ 5,64,00,000 രൂപയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന ഗ്രാന്റ് 92,36,215. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സെമിനാറുമായി ബന്ധപ്പെട്ട പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് ചുരുങ്ങിയ വരികളിൽ ഇനി സൂചിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ ആമുഖത്തിൽ എല്ലാവരുടെയും പേര് പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് വിട്ടുപോയത്. മുൻ പ്രസിഡന്റ് കൂടി ഉണ്ട്, പ്രിയപ്പെട്ട അഭിലാഷ് ഉൾപ്പെടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. നമ്മൾ ഇവിടെ പൂർത്തിയാക്കേണ്ട എല്ലാവിധത്തിലും സമ്പന്നമായിട്ടുള്ള ഒരു വികസന പാക്കേജ് ആയിരിക്കും, ഒരു ധാരണയായിരിക്കും നമുക്കുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്തെ 4 ഗ്രാമപഞ്ചായത്തുകളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു പൊതു റിസൾട്ടാണ് കഴിഞ്ഞ ദീർഘമായൊരു കാലമായി നമ്മളെല്ലാവരും അനുഭവിച്ചു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്ത് നേടിയെടുത്ത വലുതായിട്ടുള്ള വികസനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മാന്നാമംഗലം എഴുത്തച്ഛൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. മുരുക്കുംപാറയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സമാജത്തിൽ ഉൾപ്പെട്ട
പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ തുടങ്ങിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. സമാജം പ്രസിഡന്റ് വേണുഗോപാൽ പൂലുവളപ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി നാരായണൻകുട്ടി, വൈസ് പ്രസിഡന്റ് പ്രദീപ് മാടമ്പി, സമാജം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫുട്ബോളിലൊക്കെ കോച്ചിങ് കൊടുക്കുന്നതിന്, ജോലി കൊടുക്കുന്നതിന്, വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരു രംഗത്തൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് പുത്തൂരിൽ നിന്ന് അദ്ദേഹം ഏകദേശം 1968 അംഗങ്ങളുണ്ട്. എന്നാലും കുറച്ചൊക്കെ പേര് വരാണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നല്ല രീതിയിലുള്ള കൂട്ടായ്മയോടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ഇവിടെ കൂടുക. നല്ല കൂട്ടായ്മയുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സഹകരിച്ച് രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ പ്രവർത്തിക്കും. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഈ സമുദായത്തിലെ മുമ്പും പുത്തൂർ പഞ്ചായത്തിലെ മെമ്പറായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ള സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാം. എന്നിരുന്നാലും നമ്മുടെ ഒക്കെ അഭിമാനമായ സേതുവേട്ടനും എനിക്ക് ചെറുപ്പകാലം തൊട്ട് അറിയുന്നത് ഫുട്ബോളിൻ്റെ കോച്ചായിട്ടാണ്. അപ്പം അന്ന് ഞാൻ CMS സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് പുത്തൂരിൽ നിന്നുള്ള ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരിക സേതുവേട്ടനാണ്. അപ്പം അന്ന് ഞാനും കളിക്കുകയായിരുന്നു. അപ്പം ആ കാലം തൊട്ട് സേതുവേട്ടൻ ഞങ്ങൾക്കൊരു ഓർമ്മയാണ്. സേതുവേട്ടൻ്റെ നേതൃത്വത്തിലായിരിക്കും. പിന്നെ പാലക്കാടിൻ്റെ മരുമോള് എന്ന് പറയാം, മകൾ എന്ന് പറയാം, പുത്തൂരിൻ്റെ മരുമകളായിട്ട് എത്തിയതാണ് നമ്മുടെ ബിന്ദേച്ചി. നെന്മാറ സ്വദേശിയാണ്. അവിടെ നിന്ന് ഇവിടെ എത്തി. പക്ഷെ ഈ ബുദ്ധിമുട്ടുകളൊന്നും പറയാതെ കൃത്യമായിട്ട് നമ്മുടെ യോഗത്തിന് എത്തുകയും നമ്മുടെ ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെ ബിന്ദുജിക്ക് പൊന്നാടണിക്കുന്നതിനായി നമുക്ക് വനിതാ സമാജം പ്രസിഡന്റ് വേശേഷിനെ ക്ഷണിച്ചോളുന്നു. ചന്ദ്രികേച്ചിനെ ക്ഷണിച്ചോളുന്നു. അടുത്ത സേതുവിന് ആദരവ് അർപ്പിക്കുന്നതിനായി നമ്മുടെ സമാജം സെക്രട്ടറി നാരായണൻകുട്ടി എന്നെ ക്ഷണിച്ചോളുന്നു. പൊന്നാടണിക്കുന്നതിനായി തങ്കമണി ചേച്ചിനെ ക്ഷണിച്ചോളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട സമാജത്തിന്റെ പ്രസിഡന്റ് വേണേട്ടൻ, അതുപോലെ തന്നെ സെക്രട്ടറി ആശംസകൾ അർപ്പിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ MK പ്രദീപ്, നമുക്ക് അറിയണത്. അതുപോലെ തന്നെ വേദിയിൽ എൻ്റെ ഭർത്താവും 2ാം വാർഡ് മെമ്പറുമായിട്ടുള്ള സേതുവേട്ടൻ, നമ്മുടെ സമാജം ആരംഭിച്ചപ്പോൾ തന്നെയുള്ള പ്രഭാകരനല്ലേ, സന്തോഷം അതുപോലെ തന്നെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒന്നാമത് എഴുത്ത്, അതിലേറെ എല്ലാ മാസവും 1-ാം തീയതി 3 മണിക്ക് ശേഷം നിങ്ങളിവിടെ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒരു വർഷത്തിൽ ഒരു കുടുംബ സംഗമം വെച്ചാൽ തന്നെ വരാൻ വിഷമിക്കും. 1-ാം തീയതി 3 മണിക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല. കാരണം നിങ്ങളുടെ കൂട്ടായ്മയാണ് അത് തെളിയിക്കുന്നത്. അത് എത്ര പറഞ്ഞാലും അതിന് എന്താ പറയുക, അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു കൂട്ടായ്മ ഈ കുടുംബങ്ങളെ ഒരുമിച്ച് ചേർക്കാനും അതിലൂടെ നമുക്ക് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ ഒരുമിച്ച് ചേരലും എല്ലാ തരത്തിലുള്ള ചർച്ചകളും ഇവിടെ വരും. അതുപോലെ നിങ്ങൾക്കൊന്ന് എല്ലാവരും ഒന്ന് കാണാനും ഒന്ന് സംസാരിക്കാനും നമ്മുടേതായ വിഷമങ്ങളും സന്തോഷങ്ങളും അറിയിക്കാനും ഇതൊരു നല്ലൊരു ശക്തിയായത് തുടരട്ടെ എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് ഈ കമ്മിറ്റിക്കാരോടും അതുപോലെ തന്നെ എഴുത്തച്ഛൻ സമാജത്തിന്റെ എല്ലാ കുടുംബാംഗങ്ങളോടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് വേണേട്ടൻ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച PS നാരായണൻകുട്ടി, ആശംസ അർപ്പിച്ച വൈസ് പ്രസിഡന്റ് MK പ്രദീപ്, മറ്റ് കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ,
വളരെ സന്തോഷമുണ്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുത്തച്ഛൻ സമുദായത്തിൻ്റെ ആളുകളൊക്കെ സാധാരണ ബിന്ദു പറഞ്ഞ മാതിരി ഒരു ഹാളിൽ പങ്കെടുത്തപ്പോൾ ഒരു യോഗത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. എന്നിട്ട് TJ രവിയേട്ടനും ചന്ദ്രകുമാറും ഡോക്ടർ ലക്ഷ്മൺ കുമാറും എൻ്റെ ഒരു അമ്മാവനാണ് ചന്ദ്രമാഷ് അവളൊരുത്ത്. ഇവരൊക്കെയില്ല, അവരൊക്കെ ഉന്നതമായ ആളുകളാണ്. പക്ഷെ എന്നിരുന്നാലും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സമുദായങ്ങൾ, ഒരു സമുദായം രണ്ടായിട്ട് ഒരു സ്ഥലത്ത് പുറത്ത് മൈക്ക് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്നൊരു പ്രക്രിയ കണ്ടപ്പോൾ ഞാൻ അതിനെ പൂർണ്ണമായിട്ട് ഒരു ആൾക്കാർക്കും സാധിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ അതിന് മറുപടി പറഞ്ഞു. നിങ്ങൾ മറുപടി പറ കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കാരത്തിൻ്റെ വലിയൊരു ഉടമയാണ്. മലയാള ഭാഷാ പണ്ഡിതനാരാ? തുഞ്ചത്തെ എഴുത്തച്ഛനാ. ഇന്ന് മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാ? നമ്മുടെ സമൂഹത്തിന്റെ കയ്യിലാ. ഈ കേരളക്കരയിലെ മുഴുവൻ ജനങ്ങളുടെ കയ്യിലാ. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മളത് രണ്ടായി നിൽക്കുക, മൂന്നായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വിഭാഗം ആളുകൾ, ഹിന്ദുക്കളായ ആളുകളൊക്കെ നമ്മളെ നോക്കി കാണും എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്നതിനെ എതിർത്തത്. മലയാള ഭാഷയുടെ രചയിതാവ് തന്നെ പറയാം, ആളെ തന്നെയാണല്ലോ തുഞ്ചത്തെ എഴുത്തച്ഛനാ. അത് നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടത്. പിന്നെ വിദ്യാഭ്യാസം നമ്മളുടെ ഒരു തൊഴിലാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളത് എഴുത്തച്ഛൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് സ്കൂളുകളിലുള്ളത്. പിന്നെ കൃഷി, ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ആളുകളാരാ? എഴുത്തച്ഛൻ സമുദായത്തിന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നോട് കണ്ണൻഗോപാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുക. നമുക്ക് 63 കൃഷിഭൂമി കർഷകൻ എന്നുള്ള ഒരു നിയമം വന്നപ്പോൾ നമ്മളായിരുന്നു പണ്ടത്തെ സമ്പന്നരായ മനക്കിലത്തെ ആളുകളുടെ കാര്യസ്ഥന്മാരെന്ന് പറയുന്നത്. ആ ഭൂമി മുഴുവൻ നമ്മൾ കാര്യസ്ഥന്മാരായിരിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ എത്തിപ്പെട്ടതാണെന്നൊരു പറഞ്ഞൊരു ഓർമ്മ എനിക്ക് തോന്നുന്നു. അത് എന്നോട് പറഞ്ഞത് ഗോപാലേട്ടനാണ്. ഞങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഗോപാലേട്ടൻ. എല്ലാ കൊല്ലം ഷഷ്ടിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും അവിടുത്തെ ഒരു 40 കൊല്ലമായിട്ട് അവിടുത്തെ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഞാൻ തന്നെയായിരിക്കും ഗോപാലേട്ടനെ അവിടുത്തെ എഴുന്നള്ളിപ്പ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പുത്തൂര് കൊണ്ടുവന്ന് ബസ് കയറ്റി അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും പോകാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഗോപാലേട്ടനായിട്ട് ഏറ്റവും അടുപ്പുള്ള ബന്ധം ഉള്ള ഒരാളാണ് ഞാൻ. ഇതിലേക്ക് പോല CPM-ലേക്ക് വരുമ്പോൾ മാലയിട്ട് സ്വീകരിച്ചത് ചെമ്മങ്കണ്ടത്തിൽ വെച്ചിട്ടാണ്. അന്ന് MA കാർത്തികേട്ടനും ഗോപാലേട്ടൻ അവിടുന്ന് അതുവരെ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാളാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ആള് അതിലേക്ക് വന്നത്. ആ ഒരു ബന്ധം തൊട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തിട്ട് എൻ്റെ ആണുങ്ങൾ മുഴുവൻ ഏതാണ്ട് എല്ലാ ആളുകളെയും ഞാൻ നേരിട്ട് അറിയുന്നത് എന്നെ അറിയുന്ന എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഞങ്ങൾ 5 തൊട്ട് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിപ്പിച്ച ആളാണ് പപ്പനാവട്ടെ അല്ലേ? ഓക്കെ. കുട്ടനൂർ സ്കൂളില്. അതേമാതിരി ഇവിടുന്ന് കുറെ ആളുകളുണ്ട്. പിന്നെ പോലൊളിപ്പിൽ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഈ നമ്മുടെ മണിയേട്ടനൊക്കെ അവിടെ നിന്നുള്ള ആൾക്കാരാണ്. പിന്നെ തണ്ടിയക്കില് അരിമംഗലമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇനി പ്രദീപിന്റെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മ വീട്ടുകാരാണ്, മാടമ്പി. അപ്പൊ ബന്ധങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പറഞ്ഞു. ഞാൻ 5ാമത്തെയാണ് വീട്ടില്. ഞങ്ങൾ 6 ആണും 1 പെണ്ണുമാണ്. ഞാൻ കുടുംബസംഗമായതുകൊണ്ടാണ് കുടുംബത്തിന്റെ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അല്ലാതെ ഇവിടെ കുറെ കാര്യങ്ങൾ പ്രസംഗിച്ചു പോയിട്ടൊന്നും നമുക്കൊന്നും നേടാനില്ല. അതില് ഇവിടെ ഗോപാലേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ളത് എൻ്റെ ചേട്ടത്തിയമ്മയുടെ അങ്ങനെയാണ്. ഞാനാണ് അവനെയും കൊണ്ട് പെണ്ണ് കാണാൻ കുട്ടല് പോലും കഴിഞ്ഞ ഒരു ദിവസം ഇവിടേക്ക് വന്നിട്ടുള്ളത്. അത്ര വരെ ഓർമ്മയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇടപെടാറുണ്ട്. ഇനി ബിന്ദു നിന്ന് മത്സരിച്ച് ജയിച്ച സ്ഥലത്ത് 2 വോട്ടാണ് എഴുത്തച്ഛൻ സമുദായത്തിനുള്ളത്. അത് ബിന്ദുവിന്റെ ചേച്ചി 45 കൊല്ലം ബോംബെയിലായിരുന്നു. വൈശപ്പാട്ട് വീട്, ബാലഷാന്റെ വീട് വൈശപ്പാട്ട്, അഡ്രസ് മാളയത്ര. ബിന്ദുവിന്റെ വീട് നെമ്മാറ എന്ന ചിത്രഞ്ചേരിയിലാണ്. അപ്പോൾ 2 വോട്ട് മാത്രമാണ്. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ബിന്ദുവിന്റെ ഒരു വിശ്വസ്തത നമ്മളവിടെ മത്സരിക്കുന്നത്. എന്നാ നേരെ മറിച്ചാണ് ഞാൻ മത്സരിച്ച 2ാം വാർഡിലുണ്ടായത്. ഒരു കാര്യം തീർച്ചയാണ്, അവിടെ ഒരു അയ്യന്തക്കാര്, ഈയോക്കാര്, കരട്ടുവെളുത്തില്, കുളങ്ങര, അങ്ങനെ ഒരു വിഭാഗം ആളുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ഒക്കെ അരിമംഗലത്തിലും അവന്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നു, ഒരു ചെറിയ കാര്യമായിരുന്നു. ഒരു ദിവസം പാട്ട് വെക്കാൻ വേണ്ടി മൈക്ക് സെറ്റ് കൊണ്ടുവന്ന് വെച്ചു. അപ്പനവനോട് പറഞ്ഞു, നീ ഇപ്പൊ എന്തിനാ വീട്ടിൽ പോണ? അപ്പനോട് ഓർമ്മയില്ലേ? അപ്പൊ എനിക്കൊന്നും അതൊരു
പിന്നെ ഈ മൈക്ക് സെറ്റ് കൊണ്ട് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് അതൊരു വലിയ സപ്പോർട്ട് ഉണ്ടാകുന്ന ഒരു മേഖലയും കൂടിയിട്ടാണ്. ആരുടെ അടുത്ത് ചെന്നാലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു പോയി എന്തെങ്കിലും ലൈറ്റ് ഇട്ടുള്ളൂ. അപ്പൊ പുത്തൂർ മേഖലയിൽ എനിക്ക് 45 കൊല്ലത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എൻ്റെ ഇതേമാതിരിയുള്ള പ്രവർത്തനം ഞാൻ ഇലക്ഷൻ കാലത്ത് മാത്രം ഒരു കൈപ്പത്തി ചിഹ്നം കൊടുത്ത് അങ്ങോട്ട് ചെന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏത് പാർട്ടിക്കാരുന്നോ എന്ത് പാർട്ടിക്കാരുന്നോ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ സച്ചിയപ്പൻ മരിച്ചു വായക്കാട്ടില്. ഇവിടെ എവിടെയുണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, ഇവിടെ ഉണ്ട് അമൃകുമാറ. അപ്പൊ സച്ചിയാപ്പന്റെ അവിടെ ചെന്നപ്പോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് ഞാനും സുരേഷ് ഏട്ടനുമാണ് വായക്കാട്ടില്. അപ്പൊ എല്ലാവരും 1-2 ആൾക്കാർ ചോദിച്ചു, കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പാണ് സുരേഷ് ഏട്ടന്റെ അമ്മ മരിച്ചത്. അപ്പോൾ ഞാനും ആളെന്നെ വിളിക്കും, ഞാൻ ചെന്ന് ഇടപെടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അത് സേതുവിനോട് പറഞ്ഞാൽ മതി, ശാന്തിനെ ഏൽപ്പിക്കണം, അയ്യോർമട ഏൽപ്പിക്കണം, പന്തല ഏൽപ്പിക്കണം, അങ്ങനെയുള്ള നമ്മള് കടന്ന് ചെല്ലാന്നല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അത്രയൊക്കെ ചെയ്യണ്ടോ? അല്ലാതെ നമുക്കൊരു ഇതിന് ജയിക്കാൻ വേണ്ടിയിട്ട് കുറെ അവിടുത്തെ മറ്റുള്ള മാഫിയും കാര്യങ്ങളൊന്നും ആയിട്ട് പോകണ്ട. ഞാൻ ദീർഘിക്കുന്നില്ല. ബന്ധുവിനെ അറിയാൻ തിരക്കുണ്ട്. ഞങ്ങൾക്ക് ആന്തരിക ഒരു യോഗം തൃശ്ശൂർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വീട്ടിൽ നിന്ന് 2 ആളൊക്കെ നിങ്ങൾ ആലോചിക്കുക, വീട്ടിൽ നിന്ന് പോകുമ്പോ ഉണ്ടാവുന്നൊരവസ്ഥ. ഒരു 2 മണിക്കൂർ നേരം പോകുമ്പോ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചു. 2010 ബിന്ദു നിന്ന് ജയിച്ചു. അതിനുശേഷം ഉണ്ടായ പല ട്രാജഡികൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതൊക്കെ തരണം ചെയ്ത് ബിന്ദു അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. തൃശൂർ സെന്റ് മേരീസ് UPS ലൂർദിൽ സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് ചടങ്ങും അധ്യാപക രക്ഷാകർതൃദിനവും സംയുക്തമായി തൃശൂർ ലൂർദ് പള്ളി സെന്റിനറി ഹാളിൽ വെച്ച് നടന്നു. ഫസ്റ്റ് അസിസ്റ്റന്റ് സജിത TK ഏവർക്കും സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ചടങ്ങിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയായി. തൃശൂർ അതിരൂപത വികാരി ജനറൽ റവറന്റ് ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഷീജ KRന്റെ ഫോട്ടോ അനാച്ഛാദനം തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു. മരിയാപുരം സെന്റ് തോമസ് പ്രൊഫഷണൽ സുപ്പീരിയർ റവറന്റ് ഫാദർ ബ്രദർ ജോസ് ചുങ്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സ്റ്റാഫ് പ്രതിനിധികളും PTA പ്രതിനിധികളും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഷീജ ടീച്ചറെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുൻ ഹെഡ്മാസ്റ്റർ തോമസ് ജോസഫ്, PTA പ്രസിഡന്റ് ലിയോൺസ് ND, തൃശൂർ സെന്റ് തോമസ് HSS പ്രിൻസിപ്പൽ ബാബു KS, തൃശൂർ സെന്റ് തോമസ് HSS ഹെഡ്മിസ്ട്രസ് ഷേർലി ആന്റണി, OSA പ്രസിഡന്റ് ജോഷി ചിറമൽ, ലൂർദ് പള്ളി മാനേജിംഗ് ട്രസ്റ്റി റാഫി കിടങ്ങത്തുപറമ്പിൽ, തൃശൂർ സെന്റ് തോമസ് കോളേജ് HSS ഹെഡ്മാസ്റ്റർ ജോഷി VD, MPTA പ്രസിഡന്റ് ജിൻസി ഷിൻഡോ, മുൻ PTA പ്രസിഡന്റ് ബെനറ്റ് അഗസ്റ്റിൻ, സ്റ്റാഫ് പ്രതിനിധി സ്റ്റെജി TD, കൺവീനർ കിരൺ TK തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനം ചടങ്ങിൽ വെച്ചു കൊടുത്തു. ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടുകൂടി പരിപാടി സമാപിച്ചു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് Mediplus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശ്ശിവപേരു CRPF ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും CRPF പെൻഷൻ ഫോറം കേരളയുടെയും നേതൃത്വത്തിൽ പുൽവാം ദിന അനുസ്മരണം അയ്യന്തോളിലെ അമർ ജവാൻ സ്ക്വയറിൽ വെച്ച് നടത്തി. പുൽവാമയിൽ വീരമൃത്യു പ്രാപിച്ച CRPF ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. തൃശ്ശിവപേരൂർ CRPF ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി റെസ്റ്റിൻ സേവ്യർ, കാഷ്യർ പുഷ്പരാജൻ PA, CRPF പെൻഷനേഴ്സ് ഫോറം തൃശൂർ ജില്ലാ പ്രസിഡന്റ് VM രവി, സെക്രട്ടറി മധു PA തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൃശൂർ ശക്തൻ തമ്പുരാൻ നഗർ ലയൺസ് ക്ലബ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് യൂണിറ്റിന് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പാലിയേറ്റീവ് യൂണിറ്റിന് ആവശ്യമായ വോക്കർ, വാട്ടർ ബെഡ് തുടങ്ങിയ ഉപകരണങ്ങളാണ് നൽകിയത്. ലയൺസ് ക്ലബ് ഹെഡ് വിമൽ വേണു ഉപകരണ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, ഡോക്ടർ മേഘ തുടങ്ങിയവർ ചേർന്ന് പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ് ഭാരവാഹികളായ രഘു പണിക്കർ, മോഹനൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത ജനാർദ്ദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ T അഖിൽ, ജിജി ജോയ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ ജില്ലാ കളക്ടറും സംഘവും സൈക്കിൾ റാലി നടത്തി. തൃശൂർ കുന്നംകുളം റോഡ് നവീകരണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സംഘവും അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ മുതൽ ചൂണ്ടൽ വരെയും തിരിച്ചും 40 കിലോമീറ്റർ സൈക്കിൾ റാലി നടത്തി. 2024 ഒക്ടോബറിൽ ഈ റോഡ് മോശം അവസ്ഥയിലായിരുന്നപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറും സംഘവും ഇതേ റോഡിൽ സൈക്ലിംഗ് നടത്തിയിരുന്നു. തൃശൂർ കുന്നംകുളം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഫെബ്രുവരി 20-നകം പൂർത്തിയാകുമെന്നും KSTP അധികൃതർ അറിയിച്ചു. തൃശൂർ സൈക്ലേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൈക്കിൾ യാത്രയിൽ കളക്ടറോടൊപ്പം 50 ക്ലബ് അംഗങ്ങൾ പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം KSTP റോഡ് നിർമ്മാണ പ്രവൃത്തികൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ട സംയോജന സമിതി എല്ലാ മാസവും അവലോകനം നടത്തുന്നുണ്ട്. കേന്ദ്ര ബജറ്റും കാർഷിക കേരളവും കർഷക മോർച്ച തൃശൂർ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ കേന്ദ്ര ബജറ്റും കാർഷിക കേരളവും എന്ന ആശയത്തോടെ കർഷക മോർച്ച തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന സെമിനാർ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ AG രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെമിനാറിൽ കിസാൻ മോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് S ജയസൂര്യൻ വിഷയാവതരണം നടത്തി. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി MV രാമചന്ദ്രൻ, സെക്രട്ടറി ഷൈജൻ നമ്പനത്ത്, BJP എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിൻറ്റു മഹാദേവ് തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് കെ അഭിലാഷ് സ്വാഗതവും നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുമാർ കെ നന്ദിയും പറഞ്ഞു. നിരവധിയായ കർഷകർ പങ്കെടുത്ത സെമിനാറിൽ ബഡ്ജറ്റിലെ കാർഷിക പദ്ധതികളെക്കുറിച്ച് ക്രിയാത്മകമായ ചർച്ച നടന്നു. ഇത്രയും വലിയ പുരോഗതി നമ്മുടെ രാജ്യത്ത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി അല്ലാതെ മറ്റൊന്നുമല്ല. എന്തൊരു വികസന കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദി നമ്മൾ ചിന്തിച്ചു. നരേന്ദ്രമോദി ചോദിക്കുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്ന, സ്വർണ്ണം ഒഴികെ അസംസ്കൃത വസ്തുക്കൾ സുലഭമായിട്ട് ലഭിക്കുന്ന രാജ്യം ഏതാണെന്ന് നമ്മുടെ രാജ്യം ഭാരതമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള സ്കിൽഡ് എംപ്ലോയീസ് സുലഭം ലഭിക്കുന്ന രാജ്യം ഏതാണ്? അത് നമ്മുടെ രാജ്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ജനപക്ഷ സർക്കാരിനോട് ചേർന്ന് നിൽക്കുക KGOA. ജനക്ഷേമവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുവാൻ ഓരോ ജീവനക്കാരും മുന്നോട്ട് വരണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ നോർത്ത് ഏരിയ 37 വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ MTI ഹാളിൽ വെച്ച് നടന്ന KGOA തൃശൂർ ടൗൺ നോർത്ത് ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം SR സാജൻ ഉദ്ഘാടനം ചെയ്തു. രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയെ 100 കിടക്കകൾക്കുള്ള ആശുപത്രിയായി ഉയർത്തുക, ഫൈനാൻസ് കോളേജിന്റെ സ്ഥലപരിമിതിക്ക് പരിഹാരം കാണുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക നിലപാടുകളെ എതിർത്ത് തോൽപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം മുന്നോട്ട് വെച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് വത്സല T പതാക ഉയർത്തുകയും സെക്രട്ടറി ഷിജു വർഗീസ് T റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജിത് PA, ജില്ലാ സെക്രട്ടറി ഡോക്ടർ രാജീവ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്ദു TG, സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ഷിനി KM തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത വർഷത്തെ ഭാരവാഹികളെ യോഗം തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് ഡോക്ടർ നേത്രദാസ് PK, സെക്രട്ടറി ഷിജു വർഗീസ് T, വൈസ് പ്രസിഡന്റ് വത്സല T ചൈതന്യ പുരുഷോത്തമൻ, ട്രഷറർ PK അജയകുമാർ, ജോയിന്റ് സെക്രട്ടറി അജിത് KA, ബിന്ദു TN. മുടിക്കോട് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും പ്രശസ്തമായ 108 ശിവാലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതുമായ മുടിക്കോട് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. ശിവരാത്രി ദിവസം പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനം, 5-ന് ഗണപതി ഹോമം, 5:30-ന് ചുറ്റുവിളക്ക്, സമ്പൂർണ്ണ നെയ്വിളക്കോടുകൂടിയ ചുറ്റുവിളക്ക്, 6-ന് വിശേഷാൽ പൂജ, 8:30-ന് ശീവേലി എഴുന്നള്ളിപ്പ്, 10-ന് ഉഷപൂജ, ഉച്ചതിരിഞ്ഞ് 3:30-ന് ഒരു ഗജവീരന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ്, 6:30-ന് നിറമാല, ചുറ്റുവിളക്ക്, സമ്പൂർണ്ണ നെയ്വിളക്ക്, 6:45-ന് ദീപാരാധന, തുടർന്ന് തായമ്പക, നൃത്തം, നൃത്യങ്ങൾ, ഭരതനാട്യം, ഭക്തിഗാന മഞ്ജരി എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഗോപിനാഥൻ താറ്റാട്ട്, വൈസ് പ്രസിഡന്റ് PV രഘുനന്ദനൻ, സെക്രട്ടറി CD രാജേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് VK, ട്രഷറർ ഉണ്ണികൃഷ്ണൻ പൊറ്റക്കാട്ട്, ഓഡിറ്റർ മിനി ഭാസ്കരൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
KU സർവീസിൽ നിന്നും സെക്ഷൻ ഓഫീസറായി വിരമിച്ച PK മാണിക്കുട്ടി മരണപ്പെട്ടു. സർവീസ് കാലഘട്ടത്തിൽ KU എംപ്ലോയീസ് യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. KU പെൻഷനേഴ്സ് യൂണിറ്റിന്റെ സ്ഥാപക വൈസ് പ്രസിഡന്റായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണിദേവർ ശിവക്ഷേത്ര കമ്മിറ്റിയുടെ ട്രഷറർ, വൈസ് പ്രസിഡന്റ്, കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. KU പെൻഷനേഴ്സ് യൂണിറ്റിന്റെ ആദരാഞ്ജലികൾ. കരുവാൻകാട് വെട്ടിയാട്ടിൽ ശ്രീധരൻ ഉത്തമൻ, റിട്ടയർഡ് എക്സൈസ് ഡ്രൈവർ, അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭാര്യ ലത, മക്കൾ മനോജ്, സുനിത, ശ്രീത, മരുമക്കൾ സുനിത, മനോജ്, പ്രതാപൻ. സംസ്കാരം ഞായറാഴ്ച 2-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനത്തിന് വാഴാനി റോഡിലുള്ള ദേവാസൻ നഗർ എക്സിബിഷൻ ഗ്രൗണ്ടിൽ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമരവെള്ളച്ചാൽ ഉന്നതിയിലെ അമ്മമാർക്കും കുട്ടികൾക്കും തൃശൂർ സിറ്റി പോലീസ് ഒരുക്കിയ അവർക്കായി എന്ന് പേരിട്ട ഏകദിന പഠനയാത്രയും ക്ലാസും സംഘടിപ്പിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാറിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജ നിർവഹിച്ചു. മാന്നാമംഗലം എഴുത്തച്ഛൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.